ഒരു ബാസ്ക്കറ്റ് എടുക്ക്. വാ. അവര് കൗണ്ടറിലേക്ക് പോവാ. അയ്യോ, അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. അയ്യോ, ഇത്രയും സമയം മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ കാണുന്നില്ലെന്നേ. അയ്യോ അയ്യോ, എന്റെ പേഴ്സ്. എന്താ മാഡം? എന്റെ പേഴ്സ് കാണുന്നില്ല. ആരും മോഷ്ടിച്ചതാ. ഞാൻ ഇവിടെ വെച്ചിരുന്നതാ. ആരോ എടുത്തതാ, അതുറപ്പാ. ആരെയും പുറത്തു വിടല്ലേ? അല്ല, അത് വിസ്മയ അരുന്ധതി മാഡം അല്ലേ? കാണാതെ പോയത് അവരുടെ പേഴ്സാണോ? ആ മാഡത്തിന്റെ ആണെന്ന് തോന്നുന്നു. ഞാൻ പോലീസിനെ വിളിക്കാം. പേഴ്സ് മാത്രമല്ല നഷ്ടപ്പെട്ടത്, അതിൽ 15 പവന്റെ സ്വർണ്ണവും ഉണ്ട്. പിന്നെ പോലീസ് വരട്ടെ. വിളിക്ക്. ഹലോ എസ് ഐ സാർ, ഒരു വലിയ മോഷണം ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റില്. വേഗം വരണേ സാർ. സാർ, പേര് ഞാൻ മാനേജറുടെ കയ്യിൽ കൊടുക്കാം. എസ് ഐ സാറാ, ഇവിടുത്തെ പേരൊന്ന് പറഞ്ഞു കൊടുക്കാൻ. ഹലോ. സാർ, ഇത് ജംഗ്ഷനിലുള്ള സൂപ്പർ മാർക്കറ്റാ. ആരെ പേഴ്സ് എടുത്തെന്ന് കണ്ടില്ലേ? ഇല്ല, ഇവിടെ വരുന്നത് വരെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഈശ്വര, പിന്നെ അത് എവിടെ പോകാനാ? പേഴ്സ് കണ്ടെത്തിയേ പറ്റൂ. പോലീസ് വരട്ടെ. എന്നാലും ഇവിടെ വെച്ചാ കാണാതായെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വീണ് പോയി കാണും. നീ
കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോ ഇവിടെ ഒരു രസവും ഇല്ല. ഞാനെപ്പോഴും നമ്മളെല്ലാവരും കൂടിയുള്ള ആ നല്ല ദിവസങ്ങൾ ഓർക്കും. അമൃതേടത്തി അത് ഓർക്കുന്നുണ്ടല്ലോ, അത് മതി. ഇവിടെ ഇപ്പൊ അമ്മയ്ക്ക് ഇതിനോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അച്ഛനമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതിനുശേഷം ഈ മാറ്റം. എനിക്കിവിടെ മരുമകളാണെന്നുള്ള അവകാശവും അധികാരവും ഒന്നും വേണ്ട. പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കിയാൽ മതി. അമ്മ ഇവളെ ശരിക്കും മനസ്സിലാക്കി. അതാ ആട്ടി പുറത്താക്കിയത്. ഓ, ഇവിടെ ഒളിഞ്ഞു നിൽക്കായിരുന്നോ? എന്റെ വീട്ടില് ഞാൻ ഒളിഞ്ഞു നിൽക്കുന്നത് എന്തിനാ? ഇവിടെ ആരെന്താ പറയുന്നേന്ന് എനിക്കറിയണം. അതിനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അത് നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നെ? അമ്മ തന്നെ. പറയുന്നതിലേ എനിക്ക് പേടിയൊന്നുമില്ല. ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്നവരെ നിരീക്ഷിക്കാൻ അമ്മ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാ അമ്മയോട് എന്നെ ചോദിക്കാം, അതറിയണമല്ലോ. അറിയാനൊന്നുമില്ല. ഇപ്പൊ തന്നെ രണ്ടുപേരും കൂടെ ചെന്ന് ചോദിക്കും. ആ, അമൃതേടത്തി വേണ്ട. പിന്നെ ഇതൊക്കെ കേട്ട് എന്ത് പറയാനാ ശ്യാമേ? ഈ വീട്ടിൽ ആകെ വിശ്വാസമുള്ള മരുമോൾ ഇവളെ ഉള്ളൂന്ന്. അതെ, അത് ശരിയാ. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ സ്വന്തം മോളായിട്ട് തന്നെ എന്നെ കാണുന്നേ. ഐശ്വര്യ, വെറുതെ എന്നെ. അമൃതേടത്തി, ഒരു കാര്യമില്ലാതെ അമൃതേടത്തി കൂടി എന്തിനാ തർക്കിക്കാൻ നിൽക്കുന്നേ? മിണ്ടാതിരിക്കുക. സംഭവം അറിഞ്ഞ ശേഷം ആരും പുറത്തു വിട്ടിട്ടില്ല സാർ. ആരുടെ പേഴ്സാ കാണാതായത്? എന്റെ പേഴ്സാ സർ. ഞാൻ ഇവിടെ വച്ചിരുന്നതാ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ കാണാനില്ല. അതില് 15 പവന്റെ സ്വർണ്ണമുണ്ട്. എങ്ങനെയും കണ്ടെത്തണം സർ. പ്രമോദേ, കസ്റ്റമേഴ്സിന്റെ ബാഗെല്ലാം പരിശോധിക്കും. എല്ലാവരും ഒന്ന് സഹകരിക്കണം. സാർ, ഒരു പേഴ്സ്. അയ്യോ, അത് എന്റേതാ. അതില് ഞാൻ വാങ്ങിയ സാധനങ്ങളേ ഉള്ളൂ. സാർ, ദാ പേഴ്സ്. അയ്യോ, ഇതെന്റെ പേഴ്സാ. ദാ, ഇത് നോക്ക് സർ. ആ, ഗോൾഡ്. അയ്യോ ദൈവമേ, എന്റെ കൃഷ്ണ. അയ്യോ, ഇത് ഇതിനകത്ത് എങ്ങനെയാ വന്ന്? അതാ എനിക്കും ചോദിക്കാനുള്ളത്. ഈ പേഴ്സ് എങ്ങനെ നിങ്ങളുടെ ബാഗിനകത്ത് വന്നു? അയ്യോ, എനിക്കത് അറിയില്ല. ഇവര് പഠിച്ച കള്ളിയാ. ഇപ്പൊ എല്ലാവർക്കും ബോധ്യമല്ലോ. ഞാനത് എടുത്തിട്ടില്ല.
ഇതെന്നെ വിശ്വസിക്കണം. ഞാൻ കള്ളിയല്ല. ഞാനത് എടുത്തിട്ടില്ല, എടുക്കുകയില്ല. ക്ഷേത്രവും ആചാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നവരാ ഞങ്ങള്. ദൈവത്തിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്യില്ല. കുമ്പസാരമൊക്കെ മതി, ബാക്കിയെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. മനസ്സിലായോ? അയ്യോ സാറേ, ഞാൻ നിരപരാധിയാ. ദേ ഇവരെ പിടിച്ച് ജിബി കേട്ട്, സാർ പിടിച്ച് കേട്ട്. വാ ഇങ്ങോട്ട്, നടക്ക്. ഞാൻ എടുത്തിട്ടില്ല. വരാ ഇങ്ങോട്ട്, നടക്കാൻ ഇങ്ങോട്ട്. നിരപരാധിയാ സാർ. വരാ ഇങ്ങോട്ട്, നടക്കിങ്ങോട്ട്. നടക്കാതെ ഇങ്ങോട്ട് വരാൻ. വരാനാ പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ. കൊണ്ടുപോ. എന്നെ വിട്. എന്നെ വിട്. മാഡം, സ്റ്റേഷനിൽ ഒന്നൊരു കംപ്ലൈന്റ് എഴുതി തരണം. ശരി സാർ. ഹലോ, പറഞ്ഞോളൂ. ശ്യാമയാണ്. അതെയോ? എപ്പോ? സാർ വേണ്ട, ഞാൻ ഉടനെ എത്താം. ഇപ്പൊ എത്തും സാർ. ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. എന്താ ശ്യാമേ, ആരെ വിളിച്ചേ? അതൊക്കെ ഞാൻ പറയാം. ഞാൻ അഖിൽ സാറിനെ ഒന്ന് കാണട്ടെ. ശ്യാമേ, നീ കാര്യം പറ. പറയാം. ശ്യാമേ, എന്തോ അത്യാവശ്യമുള്ള കാര്യം. ഓ പിന്നെ അത്യാവശ്യം. പച്ചക്കറിക്കടയിൽ വെണ്ടയ്ക്കോ മറ്റോ വാങ്ങാൻ ആരെങ്കിലും വന്ന് കാണും. അതിന്റെ വിലയാ അവര് ചോദിച്ചത്. വന്നിട്ട് പറയാന്ന് അവള് പറഞ്ഞു. അതെടുത്തു കൊടുക്കാൻ പോയതാ. ഏട്ടാ, അഖിൽ സാറിനെ കണ്ടോ? അഖിയോ? ആ, ആദ്യേട്ടനും അഖിയും കൂടി പുറത്തെന്തോ വാങ്ങാനായി പോയിരിക്കുക. അല്ല, എന്താ ശ്യാമേ, എന്താ കാര്യം? ഒന്നുമില്ല ഏട്ടാ, ഞാൻ സാറിനെ വിളിച്ചോളാം. ആ, പരിധിക്ക് പുറത്താണല്ലോ. കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്റെ കൃഷ്ണ, ഞാനിനി എന്താ ചെയ്യാ? അച്ഛനോട് വേണ്ട, അച്ഛന്റെ ബർത്ത്ഡേയാ, ശല്യം ചെയ്യണ്ട. സാറേ, ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. എന്റെ സഞ്ചിയിൽ അതെങ്ങനെ വന്നത് എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കണം, ഞാൻ മോഷ്ടിക്കില്ല സാർ. എന്നെ വെറുതെ വിടണം സാർ. ഞാൻ കാല് പിടിക്കാൻ സാറിന്. തൊണ്ടി സഹിത നിങ്ങളെ പിടിച്ചത്. ഇനി കൂടുതൽ വർത്താനൊന്നും വേണ്ട. ആ പിസി സെല്ലടച്ചേക്ക്. വാ ഇങ്ങോട്ട്. വരാൻ. കിടന്നും ബഹളം ഉണ്ടാക്കാതെ കയറി പോണം. ബലം പിടിക്കുന്നു. ഇങ്ങോട്ട് നടക്കാൻ. വാ ഇങ്ങോട്ട്. എന്തൊരു പരീക്ഷണ. ഇങ്ങോട്ട് വരാൻ. കേറങ്ങോട്ട്. എന്നെ വെറുതെ വിടണം. ഞാൻ നിരപരാധിയാ. ഞാനെല്ലാം മോഷ്ടിച്ച. തുറക്ക്. എന്നെ വെറുതെ വിട്. സാറ്, ഞാനല്ല, ഞാൻ നിരപരാധിയാ. സാറ് എന്നെ തുറന്നു വിട്. ഞാൻ നിരപരാധിയാ. മോളെ, വിവരം അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ പുന്നാര മോളിങ് വരും. എനിക്ക് കണക്ക് തീർക്കാനുള്ളത് അവളോടാ. അപ്പൊ ഇതെല്ലാവരും കൂടി മനഃപൂർവ്വം ചെയ്തതല്ലേ? വായടച്ചു മിണ്ടാതിരിക്കതല്ലേ? ചതിയാ, ഇത് ചതിയാ. വായടച്ചോക്കെ ചവിട്ടി കൂട്ടും ഞാൻ.
സാർ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന ദേവകി അവരുടെ ആരാ? മോളാണ്. എനിക്ക് എസ് ഐ സാറിനെ ഒന്ന് ആ കാണണം. ചെന്നോളൂ. മോളെ അയ്യോ. അമ്മ അമ്മ അയ്യോ അമ്മ ഈശ്വരാ. മോളെ ഇത് ചതിയ. നീ വേഗം രക്ഷപ്പെട്ട. അമ്മ ഞാൻ എസ് ഐ സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. എന്താ നടന്നെന്ന് അറിയണമല്ലോ. മോളെ ഇവിടുത്തെ എസ് ഐ ആരാന്ന്? എന്താ അമ്മ ഇവിടുത്തെ എസ് ഐ? ഞാനാ. പറഞ്ഞോളൂ, എന്താ മാഡത്തിന് ബോധിപ്പിക്കാനുള്ളത്? സാർ അത് പറഞ്ഞോളൂ. എന്റെ അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. എന്ന് ആര് പറഞ്ഞു? അത് തൊണ്ടി മുതൽ സഹിതം കൈയോടെ പിടിച്ചതാ. ദൃക്സാക്ഷികൾ വേറെയുണ്ട്. സാർ നിങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റിയതാ. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ കക്കില്ല. സമ്മതിച്ചു. ഇതെല്ലാം കോടതി അവിടെ പറഞ്ഞാ മതി. അയ്യോ സാർ, സാർ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത്? പറ. നീയേ അശ്വതിയുടെ കൂടെ ചേർന്ന് എന്നെ കുറെ കുരങ്ങ് എളിപ്പിച്ചു. സാർ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അല്ലാതെ സംസാരിക്കാം. ഇന്നിപ്പോ സാറ് സബ് ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ ഔദ്യോഗിക കാര്യമല്ലേ, അത് ആ നിലയിൽ പരിഗണിക്കണം. എന്താടി നീ എന്നെ നിയമം പഠിപ്പിക്കണോ? ദേ എന്റെ സ്റ്റേഷനാ, ഇവിടെ എന്റെ നിയമമാ. ദേ കൂടുതൽ വിളച്ചിലെടുത്താലേ നിന്നെ ഞാൻ ഈ സെല്ലിലടയ്ക്കും. പിന്നെ നിന്റെ മറ്റവൻ അഖിലിനെയും. അത് വേണ്ടെങ്കിൽ നീ ഇപ്പൊ വെക്കോ, പുറത്തിറങ്ങാൻ. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. WPC സാർ. ദേ ഇവളെ പിടിച്ച് പുറത്താക്ക്. ശരി സാർ. വേണ്ട, ഞാൻ പുറത്തിറങ്ങും. മോളെ അയ്യോ. ഈശ്വര എന്തൊക്കെ കാണുന്നു ഭഗവാനെ. പരാതിക്കാരി ഞാനാ. എന്റെ പേഴ്സാ നിന്റെ അമ്മ മോഷ്ടിച്ചത്. 15 പവന്റെ സ്വർണമാ അതിലുണ്ടായിരുന്നത്. സൂപ്പർ മാർക്കറ്റിൽ വെച്ചാ ദാരിദ്ര്യം വന്ന മനുഷ്യന്മാർ ഇത്രയും തരം താഴും. ഇതും ഇതിനപ്പുറവും താഴുമോളെ.